ഇതിനകത്ത് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് തുഴയുന്ന ആരെങ്കിലും ഉണ്ടോ? അഞ്ചാം തുടക്കാരനാണ്. ഒന്ന് വന്നേ അഞ്ചാം തുടക്കാരൻ. പേരെന്താ? അബി. അബി. എങ്ങനെയുണ്ടായിരുന്നു അബി? എത്ര പള്ളാത്തുരത്തിൽ എത്ര തവണയാ? ഇത് എന്റെ ഹാട്രിക്കാ, മൂന്നാമത്തെ വർഷം. മൂന്നാം തവണയാണ്. അപ്പൊ കഴിഞ്ഞ 2 തവണയും ഉണ്ടായത് ജയിച്ചപ്പോ. കഴിഞ്ഞ നാളത്തെ ഔട്ട് ഓഫ് ഫിനിഷിലും ഉണ്ടായിരുന്നു. അപ്പോഴെന്താ തോന്നിയത്? എന്താ ഫിനിഷ് ചെയ്തപ്പോ ജയിച്ചു എന്ന് തോന്നിയോ അതോ? ജയിച്ചു എന്ന് അറിയായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് തൃപ്തി വന്നില്ല. ഇത്തവണ അത് തിരുത്തും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തവണത്തെ ഈ കുറെ മത്സരങ്ങൾ കഴിഞ്ഞ 4 ബോട്ടുകൾ ഒപ്പത്തിനൊപ്പം വന്നല്ലോ. ഈ ഒപ്പത്തിനൊപ്പം വന്നപ്പോൾ ഇത്തവണ ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു ഒരു വള്ളപ്പാടകളെ അടിച്ചിരിക്കുമെന്ന്, അത് വെല്ലുവിളിക്കുകയും ചെയ്തു. ഒരു പ്ലെയർ എന്ന നിലയിൽ, തുഴച്ചിലുകാരൻ നിലയിൽ എന്താ കോൺഫിഡൻസിന്റെ ബലം? അതുപോലെ തന്നെയാണ്, ഒരു വള്ളപ്പാട് തന്നെ അടിക്കും. ആശാൻ പറഞ്ഞ പോലെ തന്നെ ആശാന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കും. ആശാന് വേണ്ടി എന്തും ചെയ്യൂ, അത്രേ ഉള്ളു. ഓക്കെ. ആശാൻ ഈ പേര് നോക്കി വെച്ചോട്ടോ. പേരെന്താ? ഗ്ലിൻഡോ. ആശാൻ എന്തോ പറയാൻ? ആശാൻ ഈ വർഷം ഞങ്ങളുടെ PVCയുടെ കോച്ചുമാർക്ക് കൊടുക്കുന്ന ഈ നമ്മുടെ എന്നാ പറയുന്ന ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പം ദ്രോണാചാര്യർക്ക് വിരല് കുറിച്ച് ചോദിച്ച കഥയില്ല എന്ന് പറഞ്ഞിടക്ക് ഈ ഡബിൾ ഹാട്രിക്ക് ഈ കുട്ടികൾ ചങ്ക് പൊട്ടിത്തുടഞ്ഞ് ഞങ്ങളുടെ കോച്ചുമാർക്ക് സമർപ്പിക്കും. ഉറപ്പാണ്. എങ്ങനെ നിങ്ങൾ കോച്ചുമാർക്ക് ചങ്ക് പറിച്ചു കൊടുത്ത് സമർപ്പിക്കുവോ? ഉറപ്പില്ലല്ലോ. കൊടുത്തിരിക്കും. ചങ്ക് പറിച്ചാണെങ്കിലും കിരീടം എടുത്തിരിക്കും. അപ്പൊ ഞാൻ പറയട്ടെ, ഇങ്ങനെ എല്ലാ തവണയും ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ മറ്റു ബോട്ടുകാർക്ക് ജയിക്കേണ്ടത് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അത് ക്യാമറയിലേക്ക് ഞങ്ങളുടെ ടീമിനകത്ത് ഒരു പ്രൊഫഷണൽ ടീം പോലും ഇല്ല. 2 പേരുണ്ട് ഞങ്ങളുടെ കൂടെ. അവർ 2 പേരെ തുഴയ്ക്കത്തില്ല. പ്രൊഫഷണൽസില്ല. ബാക്കി മുഴുവനും നാട്ടിലെ പിള്ളേരാണ്. നാളെ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ മുഴുവനും നാട്ടിലെ പിള്ളേരേ ഉള്ളൂ. യഥാർത്ഥ പഴയ വള്ളംകളി എന്ന് പറയുന്നത് നാട്ടുകാരുടെ വള്ളംകളിയായിരുന്നു. ഇപ്പൊ അത് അന്യം നിന്ന് പോയി. ഇപ്പൊ എല്ലാ വള്ളത്തിലും പ്രൊഫഷണൽ കയറി നിറയുമോ. ഇവിടെ പ്രൊഫഷണൽ ഇല്ലാതെ ഹിന്ദിക്കാരെ വേണ്ട, ഹിന്ദിക്കാരും വേണ്ട, ആരും വേണ്ട. പ്രൊഫഷണൽ ഇല്ലാതെ പ്രൊഫഷണലായിട്ട് വരുന്നവരെ അടിച്ചു മലത്തുന്ന PVC. ഉറപ്പാണ്. 100 മലയാളത്തിലുള്ള ജയമായിരിക്കും. അതെ.